2026 ജനുവരി 1 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2025 പ്രധാന ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ ആരെല്ലാമാണ്? വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി എന്നിവരാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് ആണ് പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടി. നെക്സ്റ്റ്, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പിനായി റാഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുമായി നടത്തിയ വ്യോമ അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആക്രമൺ അഭ്യാസം. ആക്രമൺ വ്യോമ അഭ്യാസമാണത്. പാകിസ്ഥാന് മുന്നറിയിപ്പായി റാഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുമായി നടത്തിയ ഇന്ത്യയുടെ വ്യോമ അഭ്യാസമാണത്. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ആരാണ്? പ്രഭാവോ സുബിയാന്തോ. പ്രഭാവോ സുബിയാന്തോ ആണ് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത്. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേബാദ് നഗരത്തിന് നൽകിയ പുതിയ പേര് എന്ത്? സിന്ധുപുരം. സിന്ധുപുരമാണ് ഫത്തേബാദ് നഗരത്തിന്റെ പുതിയ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഗോവയാണ്. ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂർ. ലോകത്തിലെ ആദ്യത്തെ റെയിൻ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? മൗസിൻ റാം. മൗസിൻ റാം ആണ് റെയിൻ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മങ്കർ ഗ്രാമം. മഹാരാഷ്ട്രയിലെ മങ്കർ ഗ്രാമമാണ് ഹണി വില്ലേജ് വരുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഹണി പാർക്ക്. മഹാബലേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത് മഹാബലേശ്വറിൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരം ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഇൻഡോർ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനം ഏതാണ്? ഭാർഗവാസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ ഏതാണ്? അത് ഭാർഗവാസ്ത്ര ആണ്. ഇന്ത്യ വികസിപ്പിച്ച 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഏതാണ്? നാഗ് മാർക്ക് 2. ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത കോമ്പാറ്റ് ഡ്രോൺ ഏതാണ്? AI അധിഷ്ഠിത കോമ്പാറ്റ് ഡ്രോൺ ഏതാണ്? കാലഭൈരവിയാണ് ഉത്തരം. AI അധിഷ്ഠിത കോമ്പാറ്റ് ഡ്രോൺ ഏതാണ്? അത് കാലഭൈരവി ആണ്. ഇറാനിൽ പരീക്ഷിച്ച ശത്രു സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ വികസിപ്പിച്ച ആധുനിക ഡ്രോൺ ഏതാണ്? രുദ്രാസ്ത്ര. രുദ്രാസ്ത്രയാണ് പൊക്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോൺ. ഇന്ത്യ വികസിപ്പിച്ച പുതിയ വ്യോമസേന മിസൈൽ ഏതാണ്? ഗാണ്ടീവ. ഗാണ്ടീവയാണ് ഇന്ത്യയുടെ പുതിയ വ്യോമസേന മിസൈൽ.
AI സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ ഏതാണ്? INS സൂറത്ത്. AI സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ യുദ്ധക്കപ്പൽ ഏതാണ്? അത് INS സൂറത്ത് ആണ്. ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏത്? ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചണ്ഡ്. ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? അത് പ്രചണ്ഡ് ആണ്. ലേസർ ആയുധ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ലേസർ ആയുധ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം. ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ 2 സ്പേസ് ക്രാഫ്റ്റുകളെ കൂട്ടിച്ചേർക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ദൗത്യം ഏതാണ്? സ്പാഡെക്സ്. ബ്ലഡ് ടെസ്റ്റ് എന്ന പേരിൽ എലിപ്പനി കണ്ടെത്താനുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ അധിഷ്ഠിത പരിശോധന സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ അധിഷ്ഠിത പരിശോധന സംവിധാനം ആരംഭിച്ചത്. ഇന്ത്യയുടെ ആധുനിക ആസ്ട്രോണമി പഠനത്തിനായി ഉപയോഗിക്കുന്ന പ്രത്യേക സംവിധാനം ഏത്? സ്പിൻ. സ്പിന്നാണ് ഇന്ത്യയുടെ ആധുനിക ആസ്ട്രോണമി പഠനത്തിനായി ഉപയോഗിക്കുന്ന സംവിധാനം. സ്പിൻ ആണ്. HIV വൈറസിനെ പ്രതിരോധിക്കാൻ നാനോ ടെക്നോളജിയിൽ ഫോർത്ത് ലെയർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ്? ചൈന. അഹമ്മദാബാദിലെ ഇസ്കോൺ സോളാർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? വാനസ്ഥലി. വാനസ്ഥലിയാണ് ഇസ്കോൺ സോളാർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയുടെ പേര് ഇപ്പോൾ എന്താണ്? അഹല്യനഗർ. അഹമ്മദ്നഗർ ജില്ലയുടെ പേര് അഹല്യനഗർ. ഔറംഗാബാദ് നഗരത്തിന്റെ പുതുക്കിയ പേരെന്ത്? ഛത്രപതി സാംഭാജി നഗർ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടൽ സേതു. ബീഹാറിലെ ഗയ നഗരത്തിന് നൽകിയ പുതിയ ഔദ്യോഗിക പേരെന്താണ്? ബീഹാറിലെ ഗയ നഗരത്തിന്റെ പുതിയ പേര് ഗയജി. ഗയജി എന്ന പേരിലാണ് ഗയ നഗരം ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. സ്വന്തമായി സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സ്വന്തമായി സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ് ആണ്. രാജ്യത്ത് ആദ്യമായി യോഗ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡിലാണ് യോഗ പോളിസി നടപ്പിലാക്കിയത്. സഞ്ജീവനി എന്ന ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് സഞ്ജീവനി എന്ന ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത്. 2025 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ തീം എന്താണ്? സുസ്ഥിരഭാവം, വൈവിധ്യമാർന്ന വികസനം.